ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആനന്ദീസ് കിച്ചൻ. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ പായസം. കപ്പ അല്ലെങ്കിൽ കൊള്ളിക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു മധുരമായിട്ടുള്ള ഒരു പായസം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ തേങ്ങ ചിരവിയത് കുറച്ച്, ഇത് ഒരു മുറി തേങ്ങ ചിരവിയതാണ്. ഇതൊരു 2 പിടി അരി വറുത്ത് വെച്ചതാണ്. ഇതിന് മിക്സിയിലിട്ട് പൊടിക്കണം. ഇത് വറുത്ത് വെച്ചതാണ്. ഇത് ഒരു 1/4 കിലോ വെല്ലത്തിൻ്റെ സിറപ്പ്, ശർക്കരയുടെ സിറപ്പാണിത്. പിന്നെ കപ്പ 1 കിലോ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കപ്പ പുഴുങ്ങിയത്. 1 കിലോ കപ്പയുണ്ട്. ഇത് കുറച്ച് വെള്ളം പോലെ, കുറച്ച് കഷ്ണമായിട്ടുണ്ട്, കുറച്ച് അടിഞ്ഞിട്ടുമുണ്ട്. ഇതിലാണ് ഞാനിപ്പോൾ വെല്ലം ഒഴിക്കുന്നതാണ്. ശർക്കര ഉരുക്കിയ പാനിയാണ് ഇത്. ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഇതിൽ ഈ തേങ്ങ ചിരവിയതും കൂടി ഇടുന്നുണ്ട്. ഇനി അരി മിക്സിയിലിട്ട് പൊടിച്ചിട്ട് എടുക്കണം. വറുത്ത് വെച്ച അരി മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതിലിടുക. കുറച്ച് ജീരകവും കൂടി പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇടുക. ഇത് അധികം വെള്ളം പോലെയല്ല, അധികം കട്ടയുള്ളതുമല്ല. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനൊന്ന് അരി മിക്സിയിലിട്ട് പൊടിച്ചിട്ട് വരാം. ഇത് ജീരകവും അരിയും കൂടി പൊടിച്ചതാണ്. അരി വറുത്ത് പൊടിച്ചത്. ഇതിൻ്റെ കൂടെ കുറച്ച് ഒരു 2 നുള്ളി ജീരകം ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കുക. മധുരം പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം, അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1/4 കിലോ വെല്ലം എടുത്തിട്ടുള്ളൂ. ഇതിൽ 1 കിലോ കിഴങ്ങും 1/4 കിലോ വെല്ലം, 2 പിടി അരി വറുത്ത് പൊടിച്ചത്, 2 നുള്ളി ജീരകം, 1 മുറി തേങ്ങ എല്ലാം കൂടിയിട്ട് ആക്കി ഇതാണ് ഇതിൻ്റെ മധുരം. മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ജാസ്തി ഇടാം, അല്ലെങ്കിൽ ഈ മധുരം ഇത് അത്ര വലിയ മധുരമല്ല, കുറവാണ്. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിലാവുന്നത് 10-15 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റും. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ പായസം റെഡിയായി. ഇപ്പം തന്നെ എൻ്റെ മക്കളെല്ലാവരും വരുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓരോരാളും അടുത്തടുത്ത് കൂടുന്നുണ്ട്. ഇത് ആയിക്കഴിഞ്ഞ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. ബൈ.